ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. പീലീസ് വില്ലേജ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. പീലിയുടെ ഗ്രാമം, വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. ഇവിടെ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്കൊരു ചിത്രം നൽകിയിട്ടുണ്ട്. ഹേയ് ഫ്രണ്ട്സ്, അവർ സമ്മർ ഹോളിഡേയ്സ് ആർ എബൌട്ട് ടു എൻഡ്. നമ്മുടെ വേനൽ അവധിക്കാലം എന്താണ്, കഴിയാൻ പോവുകയാണ്. ബിഫോർ ദാറ്റ്, അതിനു മുൻപേ ആയിട്ട് പീലി ഹാസ് ഇൻവൈറ്റഡ് ഹെർ ക്ലാസ്മേറ്റ്സ് ടു ഹെർ വില്ലേജ്. പീലി അവളുടെ ക്ലാസ്സിലുള്ള കൂട്ടുകാരെ അവളുടെ ഗ്രാമത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു. പീലീസ് 4 ഫ്രണ്ട്സ് ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദി ട്രിപ്പ് ടു ദി വില്ലേജ്. അങ്ങനെ പീലിയുടെ 4 കൂട്ടുകാർ അവളുടെ വില്ലേജിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. ഡോണ്ട് യു ആൾസോ ലൈക്ക് ടു ട്രാവൽ? നിങ്ങൾക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലേ? ഷാൾ വി ആൾസോ ഗോ ടു പീലീസ് വില്ലേജ് വിത്ത് ദം? നമുക്കും അവരുടെ കൂടെ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയാലോ? സോ ഇവിടെ ഈ ഒരു യൂണിറ്റ്, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചാണ്. നമ്മളോട് പറയുന്നത് പീലിയുടെ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര പോയാലോ എന്നാണ്. ഒരു ട്രിപ്പ് തുടങ്ങുന്നതിന് മുൻപേ ആയിട്ട് ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ. പരസ്പരം ഒന്ന് അറിയാം, മനസ്സിലാക്കാം, പരിചയപ്പെടുകയാണ് ഇവിടെ. ഫസ്റ്റ് വൺ, ഐ ആം നീനു. ഞാൻ നീനുവാണ്. ഐ മൂവ് അറൗണ്ട് ഓൺ എ വീൽ ചെയർ. ഞാൻ വീൽ ചെയറിലൂടെയാണ് ചുറ്റും പോകുന്നത്. മൈ ഹോം ഈസ് അറ്റ് ദി ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് നിയർ ദി സിറ്റി. സിറ്റിയുടെ അടുത്തായിട്ടുള്ള ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിലാണ് അവളുടെ വീട് വരുന്നത്. ഐ ഹാവ് എ യങ്ങർ ബ്രദർ ആൾസോ. നീനുവിന് ഒരു ചെറിയ അനിയൻ കൂടിയുണ്ട്. അടുത്തതാണ് അപ്പു. മൈ നെയിം ഈസ് അപ്പു. മൈ ഹൗസ് ഈസ് ഇൻ എ സ്ലം ഇൻ ദി സിറ്റി. നഗരത്തിലെ ഒരു ചേരിയിലാണ് അപ്പുവിൻ്റെ വീട്. ഐ ഹാവ് ഓൺലി അമ്മ അറ്റ് ഹോം. അവൻ്റെ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. മൈ അമ്മ ഈസ് വർക്കർ ഇൻ ടെക്സ്റ്റൈൽ മിൽ. തുണിമില്ലിലെ തൊഴിലാളിയാണ് അവൻ്റെ അമ്മ. ഇനി അടുത്തതാണ് വിക്കി. മൈ നെയിം ഈസ് വിക്കി. ഐ ലിവ് ഇൻ എൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദി സിറ്റി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് വിക്കി താമസിക്കുന്നത്. മൈ പപ്പ ഈസ് എ ബിസിനസ് മാൻ. വിക്കിയുടെ അച്ഛൻ എന്താണ്, ഒരു ബിസിനസ് മാൻ ആണ്. മൈ മോം റൺസ് ഹെർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. അവൻ്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പുമുണ്ട്. അടുത്തത് നോക്കാം. ഐ ആം ചമേലി. വി ആർ നേറ്റീവ്സ് ഓഫ് ആസാം. ഞങ്ങൾ ആസാം സ്വദേശികളാണ്. മൈ പപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കേരള ഫോർ മെനി ഇയേഴ്സ്. അവളും അച്ഛനും അമ്മയും എന്താണ്, കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ താമസിക്കുകയാണ്. വി കെയിം ടു കേരള വെൻ ഐ വാസ് 5 years ഓൾഡ്. അവൾക്ക് 5 വയസ്സായപ്പോഴാണ് അവർ കേരളത്തിലേക്ക് വരുന്നത്. വി ലിവ് ഇൻ എ പ്ലേസ് വെർ പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് ലിവ് ടുഗദർ. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് കഴിയുന്ന ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. ഇവിടെ നിങ്ങൾ പീലിയുടെ 4 കൂട്ടുകാരെ പരിചയപ്പെട്ടല്ലോ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് ദി 5th person ഇൻ ദി ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. അടുത്തത് 5ാമതൊരാളായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഇവിടെ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എഴുതുക. മൈ നെയിം ഈസ്, നിങ്ങളുടെ പേര് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് റിയ എന്നാണെങ്കിൽ മൈ നെയിം ഈസ് റിയ. ഐ ലിവ് ഇൻ കേരള വിത്ത് മൈ ഫാമിലി. ഞാൻ കേരളത്തിൽ എൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. ഐ സ്റ്റഡി ഇൻ എ പബ്ലിക് സ്കൂൾ. ഞാനൊരു പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഐ ലൈക്ക് റീഡിങ് ബുക്സ് ആൻഡ് പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാനും കൂട്ടുകാരോടൊപ്പം കളിക്കാനും ഇഷ്ടമാണ്. ഐ ഹാവ് എ യങ്ങർ സിസ്റ്റർ. എനിക്കൊരു ചെറിയൊരു അനിയത്തിയുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ബോക്സ് വായിക്കാം. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം കം ആസ് ഫാമിലീസ് ഫ്രം ദി സ്റ്റേറ്റ് ഓഫ് ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. ജാർഖണ്ഡിൽ നിന്നും ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാമിൽ നിന്നും ഒക്കെയാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. Their children are being educated in public schools in കേരള. കേരളത്തിലെ പബ്ലിക് സ്കൂളിൽ നിന്നാണ് അവരുടെ കുട്ടികൾ പഠിക്കുന്നത്. Thus ചമലി ഈസ് ആൾസോ സ്റ്റഡിങ് ഇൻ കേരള. അതേപോലെ ചമലി എന്താണ്, കേരളത്തിലാണ് പഠിക്കുന്നത്. ചമലി കോൾസ് ഹെർ മദർ ആൻഡ് ഫാദർ മാ ആൻഡ് പപ്പ റെസ്പെക്റ്റീവ്ലി. ചമലി അവളുടെ അച്ഛനെയും അമ്മയെയും മാ പിന്നെ പപ്പ എന്നാണ് വിളിക്കുന്നത്. ഹാവ് യു ഇൻട്രൊഡ്യൂസ്ഡ് യുവർ സെൽഫ്? നിങ്ങളെ പരിചയപ്പെടുത്തിയോ? നമ്മൾ അവിടെ എഴുതി കഴിഞ്ഞു അല്ലേ. ട്രൈ ടു ക്രിയേറ്റ് എൻ എക്സ്റ്റെൻഡഡ് പേഴ്സണൽ പ്രൊഫൈൽ ബൈ ആഡിങ് യുവർ ഹോബീസ്
leisure time, activities, wishes and dreams along with the information you have already mentioned. Your teacher will also help. നിങ്ങൾ തൊട്ട് മുൻപേ പരിചയപ്പെടുത്തി എഴുതിയ ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ഹോബീസും നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കുറച്ചുകൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. മൈ നെയിം ഈസ് റിയ. എൻ്റെ പേര് റിയ. ഐ ലിവ് ഇൻ കേരള വിത്ത് മൈ ഫാമിലി. ഞാൻ കേരളത്തിൽ എൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. ഐ സ്റ്റഡി ഇൻ എ പബ്ലിക് സ്കൂൾ. ഞാൻ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. ഐ ഹാവ് എ യങ്ങർ സിസ്റ്റർ. എനിക്കൊരു ചെറിയൊരു സിസ്റ്റർ ഉണ്ട്. ഐ ലൈക്ക് റീഡിങ് സ്റ്റോറി ബുക്സ്, ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ മൈ ലെഷ്യൂർ ടൈം. ലെഷ്യൂർ ടൈം എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയമാണ്. ഒഴിവ് സമയങ്ങളിൽ എനിക്ക് കഥപുസ്തകങ്ങൾ വായിക്കാനും ചിത്രങ്ങൾ വരയ്ക്കാനും കൂട്ടുകാരോടൊപ്പം കളിക്കാനുമാണ് ഇഷ്ടം. മൈ ഹോബീസ് ആർ സിംഗിങ്, പെയിൻറ്റിങ് ആൻഡ് ഗാർഡനിങ്. എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് പാട്ട് പാടാനും പെയിൻറ്റിങ് ചെയ്യാനും ഗാർഡനിങ് ചെയ്യാനുമാണ്. ഐ എൻജോയ് ലേണിംഗ് ന്യൂ തിങ്സ് ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ഞാൻ ആസ്വദിക്കുന്നു. മൈ ഡ്രീം ഈസ് ടു ബിക്കം എ ഡോക്ടർ ആൻഡ് സെർവ് പീപ്പിൾ. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ആവുകയും മറ്റുള്ള ആൾക്കാരെ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ സേവനം ചെയ്ത് കൊടുക്കുകയുമാണ്. വിഷ് ടു മേക്ക് മൈ പാരൻസ് പ്രൗഡ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി. ഞാൻ എൻ്റെ പാരൻസിനെ പ്രൗഡ്, അഭിമാനമാക്കാനും ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ആം ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഗ്രൂപ്പ് ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ്. ഞാൻ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയതിലും ഞാൻ സന്തോഷവാനാണ്. ഓക്കെ, അടുത്തത് ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ്. നമുക്ക് നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ട് തയ്യാറാകാം. ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എ ട്രിപ്പ് വിച്ച് വി ഹാവ് ബീൻ ലോങ്ങിങ് ഫോർ എ ലോങ് ടൈം. നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അറ്റ് ലാസ്റ്റ് വി ആർ ലീവിങ് ടുഡേ. അങ്ങനെ അവസാനമായിട്ട് നമ്മൾ ഇന്ന് പുറപ്പെടുകയാണ്. ഐ ട്രൈഡ് റിയലി ഹാർഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ഹോം. വീട്ടിൽ നിന്ന് പെർമിഷൻ, സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ടുണ്ട്. യു നോ ദാറ്റ് ഐ ഡോണ്ട് ഗോ എവറിവെർ. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എവിടെയും പോകാറില്ല എന്ന്. നീനു ആണല്ലേ ഇത് പറയുന്നത്. പിക്ചർ നോക്കിക്കുക, അവൾ പാരലൈസ്ഡ് ആയിട്ടുള്ള വീൽ ചെയറിലുള്ള ഒരു കുട്ടിയാണല്ലേ, കാലിന് എന്തോ വയ്യ. സോ അവൾ എവിടെയും പോകാറില്ല. അവളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ചോദിച്ചതിന് ശേഷമാണ് അവർ ഈ ഒരു ട്രിപ്പിന് സമ്മതിച്ചിട്ടുള്ളത്. അടുത്തത് വിക്കി പറയാണ്, പപ്പ ആൻഡ് മമ്മി റിലക്റ്റൻ്റ്ലി ലെറ്റ് മീ ഗോ. റിലക്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ മനസ്സില്ലാതെയാണ് പപ്പയും മമ്മിയും എന്നെ പോകാൻ അനുവദിച്ചത്. ദേ ഡോണ്ട് അലോ മീ ടു ഗോ ടു പ്ലേസസ് ഫാർ എവേ അലോൺ. ദൂരത്തേക്ക് എന്നെ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കാറില്ല. ഐ ഹാഡ് ടു സ്ട്രഗിൾ ഹാർഡ് ടു ഗെറ്റ് കൺസെൻറ്റ്. അവരുടെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലോണം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതം. യു ആർ ദി ഓൺലി ഫ്രണ്ട്സ് ഐ ഹാവ് ഹിയർ. എനിക്ക് ഇവിടെയുള്ള കൂട്ടുകാർ നിങ്ങൾ മാത്രമാണ്. മമ്മി ഹാസ് സ്ട്രിക്ട്ലി ആസ്ക്ഡ് മീ നോട്ട് ടു ഈറ്റ് എനിത്തിങ് ഫ്രം ദർ. മമ്മി എന്നോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നൊന്നും കഴിക്കരുത് എന്ന്. അടുത്ത ചമേലി പറയാണ്, മൈസ് ഓൾവേസ് കെയർഡ് വേർ എവർ ഐ ഗോ. ഞാൻ എവിടെ പോയാലും അമ്മയ്ക്ക് എന്താണ് ഭയമാണ്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹിയർ കീപ്പ് എ ഡിസ്റ്റൻസ് വൈൽ ഡീലിംഗ് വിത്ത് അസ്. ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങളോട് കൂട്ടുകൂടുന്നതിൽ ഒരു അകലം പാലിക്കാറുണ്ട്. ഐ ഹാവ് ടോൾഡ് പീലി അബൌട്ട് ദിസ്. ഞാൻ ഇതിനെക്കുറിച്ച് പീലിയോട് പറഞ്ഞു. ഷീ ഹാസ് അഷ്യൂർഡ് ദാറ്റ് നോ വൺ ഇൻ ഹെർ വില്ലേജ് വിൽ കീപ് ഡിസ്റ്റൻസ്. ഇങ്ങനെ അവളുടെ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ അവളോട് വിട്ടു നിൽക്കില്ല, അവളെ ഒരു അകറ്റി നിർത്തില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഐ ആം കമ്മിങ്. അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അടുത്തത് അപ്പു പറയുകയാണ്, അമ്മ ഡിഡിൻറ്റ് ഒബ്ജക്റ്റ് ടു. അമ്മ എതിർത്തില്ല. ഐ ആം വെറീഡ് ദാറ്റ് ഷീ വിൽ ബി അലോൺ അറ്റ് ഹോം വെൻ ഐ ഗോ. ഞാൻ വെറിയാണ്, ഞാൻ അസ്വസ്ഥതാണ്. എന്തുകൊണ്ട്? അമ്മ വീട്ടിൽ തനിച്ചാകുമോ എന്ന് ആലോചിച്ചിട്ട്. കാരണം അപ്പുവിൻ്റെ വീട്ടിൽ ആര് മാത്രമാണുള്ളത്? അവൻക്ക് അമ്മ മാത്രമാണുള്ളത്. സോ അവൻ പോയാൽ അമ്മ തനിച്ചാവില്ലേ എന്നോർത്ത് അവൻ അസ്വസ്ഥനാണ്. എനിവേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡേ. ഏതായാലും ജസ്റ്റ് ഒരു ദിവസത്തേക്ക് മാത്രമാണല്ലോ. ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. അതിന് കുഴപ്പമുണ്ടാവില്ല, എല്ലാം ശരിയായിരിക്കും. യു ആൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം. നിങ്ങളും അവരുടെ കൂടെ യാത്ര ചെയ്യാൻ തയ്യാറല്ലേ? ഡോണ്ട് യു ടു ഹാവ് സം കൺസേൺസ്.
നിങ്ങൾക്കും ഇതേപോലെ കുറച്ച് കൺസേൺസ് ഉണ്ടാവില്ലേ? അതായത് ആശങ്കകൾ, ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഡ്രോ യുവർ സെൽഫ് ബിലോ ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ഹിയർ. നിങ്ങളുടെ ചിത്രം താഴെ കാണുന്ന ബോക്സിൽ വരച്ചിട്ട് നിങ്ങളുടെ ചിന്തകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊരു എക്സാമ്പിളായിട്ട് എഴുതി നോക്കാം. ഐ ആം വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ് ട്രിപ്പ്. ഞാൻ ഈ ഒരു യാത്രയെക്കുറിച്ച് നല്ല എക്സൈറ്റഡ് ആണ്, നല്ല ആകാംക്ഷയിലാണ്. അറ്റ് ഫസ്റ്റ് മൈ പാരൻസ് വർ നോട്ട് റെഡി ടു സെൻഡ് മീ. ആദ്യത്തിൽ എൻ്റെ പേരൻസ് എന്നെ അയക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. ഐ കെപ്റ്റ് ആസ്കിങ് ദം ആൻഡ് ഫൈനലി ദേ എഗ്രീഡ്. ഞാൻ അവരോടിങ്ങനെ ചോദിച്ചോണ്ടേ നിന്നു, അങ്ങനെ ലാസ്റ്റ് ഫൈനലായിട്ടാണ് അവർ സമ്മതിച്ചത്. ഐ ഹാവ് നെവർ ട്രാവൽഡ് ലൈക്ക് ദിസ് വിത്ത് മൈ ഫ്രണ്ട്സ് ബിഫോർ. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇതിനു മുൻപേ ഇതേപോലെ യാത്ര ചെയ്തിട്ടില്ല. ഐ ഹാവ് പാക്ക്ഡ് എവറിത്തിങ് ഐ നീഡ്. ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തു. ഐ ആം ഈഗർ ടു വിസിറ്റ് ന്യൂ പ്ലേസസ് ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ സമയം ചിലവഴിക്കുന്നതിലും പുതിയ സ്ഥലങ്ങൾ കാണുന്നതിലും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഐ ഹോപ്പ് ദിസ് വിൽ ബി എ വണ്ടർഫുൾ ഡേ ദാറ്റ് ഐ വിൽ ഓൾവേസ് റിമെമ്പർ. ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻസ് ബിഫോർ എവറി ട്രിപ്പ്. എല്ലാ ട്രിപ്പിൻ്റെയും എല്ലാ യാത്രയുടെയും മുൻപേ ആയിട്ട് നമ്മൾക്ക് കുറച്ച് ഒരുക്കങ്ങൾ ഉണ്ടാവും ഇല്ലേ? We also get mentally prepared based on our destination, purpose and mode of transport. മാനസികമായിട്ടും മെൻ്റലിയും ഒരുങ്ങും. നമ്മുടെ പോകുന്നതിന് സ്ഥലത്തിനനുസരിച്ചും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചും നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ചൊക്കെ നമ്മൾ എല്ലാ തരത്തിലും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും, തയ്യാറെടുക്കുന്നതാണ്. ഓക്കെ, ഡോണ്ട് അവർ തോട്ട്സ് ആൾസോ കം അലോങ് വിത്ത് ദ തിങ്സ് ഇൻ ദ ബാഗ് വിച്ച് വി സെറ്റ് ഫോർ ദി ട്രിപ്പ്. നമ്മൾ ബാഗിൽ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോഴും നമ്മൾ ട്രിപ്പിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വരും അല്ലേ? ലെറ്റ്സ് സീ വാട്ട് ദേ ക്യാരി ഇൻ ദെയർ ബാഗ്സ്. ഇവിടെ അവരെന്താണ് അവരുടെ ബാഗിൽ കൊണ്ടുപോകുന്നത്, ക്യാരി ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. താഴെ ചമേലിയുടെ പിക്ചർ നൽകിയിട്ടുണ്ട്. അവൾ എന്തൊക്കെയാണ്, ബാഗുണ്ട്, ബാഗിൽ ഡ്രസ്സ് അവിടെ നമുക്ക് മടക്കി വെച്ചത് കാണാം, ഒരു ബുക്കുണ്ട്, ബ്രഷ്, പേസ്റ്റ്, സോപ്പ്. ഇതാണ് അവൾ ബാഗിൽ കരുതിയിരിക്കുന്നത്. ഇവിടെ അവളുടെ ഒരു തോട്ട്, ഒരു ചിന്ത നൽകിയിട്ടുണ്ട്. എന്താണ്? വിൽ അതേഴ്സ് സെറ്റ് മീ അസൈഡ്. മറ്റുള്ളവർ എന്നെ മാറ്റി നിർത്തുമോ? ഈ ഒരു ചിന്തയാണ് ചമേലിയുടെ മനസ്സിലുള്ളത്. അടുത്തത് അപ്പു ആണ്. അപ്പുവിൻ്റെ പേക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു ചിന്ത എന്താണ്? വിൽ അമ്മ ബി അലോൺ. അമ്മ തനിച്ചായിരിക്കുമോ എന്ന ചിന്തയാണ് അവന് പാക്ക് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലുള്ളത്. അടുത്തത് നീനുവാണ്. നീനു പാക്ക് ചെയ്തിട്ടുള്ളത് ഡ്രസ്സ്, ബുക്ക് ഉണ്ട്, കളേഴ്സൊക്കെ ഉണ്ട് അല്ലേ? ക്യാൻ ഐ വിസിറ്റ് ഓൾ ദി സൈറ്റ്സ് ദെയർ. അവിടെ മനസ്സിലുള്ള ചിന്ത ക്യാൻ ഐ വിസിറ്റ് ഓൾ ദി സൈറ്റ്സ് ദെയർ. അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും എനിക്ക് കാണാൻ പറ്റുമോ, സന്ദർശിക്കാൻ കഴിയുമോ എന്നാണ് അവളുടെ മനസ്സിലുള്ള ചിന്ത. അടുത്തത് വിക്കി പാക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ബുക്ക്, ഡ്രസ്സ്, ഫോണ്, ഡെൻറ്റൽ കിറ്റ്, ഷവർ കിറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ്റെ മനസ്സിലുള്ള തോട്ട് എന്ന് പറഞ്ഞത് വിൽ ദർ ബി ഫെസിലിറ്റീസ് ഓഫ് ദി സിറ്റി. നഗരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാകുമോ എന്നാണ്. വാട്ട് വിൽ യു ടേക്ക് അലോങ് വിത്ത് യു ഫോർ ദി ട്രിപ്പ്. നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോവുക? വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്. നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുക? ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസൻറ്റ് ദി സെയിം. അതായത് നിങ്ങളൊരു ബാഗിൻ്റെ ചിത്രം വരയ്ക്കുക, എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് വരയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സമയത്ത് പാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത കൂടി അവിടെ കൊടുക്കുക. സോ ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ വരയ്ക്കാം? ബാഗിൻ്റെ ചിത്രം വരയ്ക്കണം. പിന്നെയോ അതിൻ്റെ അടുത്തായിട്ട് ഡ്രസ്സ് വരയ്ക്കാം, നമുക്ക് വാട്ടർ ബോട്ടിൽ വരയ്ക്കാം. വെള്ളം കൊണ്ടുപോകില്ലേ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ, നമ്മളൊരു ബോട്ടിൽ വെള്ളം കയ്യിലെടുക്കാം. പിന്നെ സ്നാക്സ് എടുക്കാം. പിന്നെ നമുക്ക് വൊമിറ്റിങ്ങിനൊക്കെയുള്ള മെഡിസിൻസ് കയ്യിൽ കരുതാം. മൊബൈൽ ഫോൺ, ചാർജർ, ക്യാമറ, ഇതൊക്കെ നമുക്ക് കയ്യിൽ കരുതാവുന്നതാണ്. സോ ആ ചിത്രം നിങ്ങൾ അവിടെ വരച്ച് കൊടുക്കുക. ഇനി തോട്ടായിട്ട് നമുക്ക് എഴുതാം. നമ്മുടെ യാത്ര സേഫായിട്ട് സുരക്ഷിതമായിട്ട് ആയിരിക്കുമോ, നമുക്കവിടെ സുരക്ഷിതമായിട്ട് എത്താൻ കഴിയുമോ, നമ്മുടെ യാത്ര നല്ല ആസ്വദിക്കാൻ പറ്റിയ നല്ല അടിപൊളി യാത്രയായിരിക്കുമോ
എന്നുള്ളൊരു ചിന്ത നമുക്ക് വരാം അല്ലേ. നല്ല അടിപൊളി ട്രിപ്പ് ആയിരിക്കുമോ എന്നുള്ളത്. സോ നമുക്ക് അവിടെ എഴുതാം. ഇത് നിങ്ങൾ ആ ഒരു ബബിളിൻ്റെ ഉള്ളിലായിട്ട് എഴുതി കൊടുക്കേണ്ടതാണ്. വിൽ അവർ ജേർണി ബി സേഫ് ആൻഡ് എൻജോയബിൾ? നമ്മുടെ ജേർണി, നമ്മുടെ യാത്ര സുരക്ഷിതവും ആസ്വാദകരവും, അതായത് എൻജോയബിളും ആയിരിക്കുമോ എന്ന്. നെക്സ്റ്റ് പേജ് എടുക്കുക. ടു പീലീസ് വില്ലേജ്, പീലിയുടെ ഗ്രാമത്തിലേക്ക്. ഇവിടെ നിങ്ങൾക്ക് അവർ 4 പേരും ഒരുമിച്ച് പോകുന്നത് കാണാം അല്ലേ. 4 ഫ്രണ്ട്സ് ഒരുമിച്ചുണ്ട്. അവരെന്താണ് പറയുന്നത്? ഷാൾ വി സിംഗ് എ ട്രാവൽ സോങ് ടുഗദർ? നമുക്കൊരുമിച്ച് ഒരു യാത്രാഗാനം പാടിയാലോ? വിക്കി ഒരു സോങ് പാടുന്നുണ്ട്. വി ആർ ഓൺ അവർ വേ ടു സീ ദ വേൾഡ്. നമ്മൾ ലോകം കാണുന്ന വഴിയിലാണ്. ആൻഡ് ട്രാവൽ നിയർ ആൻഡ് ഫാർ, നമ്മൾ അടുത്തും ദൂരെയുമായിട്ട് യാത്ര ചെയ്യാണ്. ഡു യു നോ ട്രാവൽ സോങ്സ്? നിങ്ങൾക്ക് യാത്രാഗാനം അറിയുമോ? കളക്ട് ആൻഡ് പ്രസന്റ് ദം ആസ് ഗ്രൂപ്പ്സ് ഇൻ ക്ലാസ്. ഇത് ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് അവതരിപ്പിക്കാനാണ്. ഡൗൺ യുവർ ഫേവറേറ്റ് ട്രാവൽ സോങ് ബിലോ. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള യാത്രാഗാനം താഴെ എഴുതുക. ഞാനിവിടെ ട്രാവൽ സോങ് കൊടുക്കാം. വി ആർ ഗോയിങ് ഓൺ എ ട്രിപ്പ് ടുഡേ. നമ്മൾ ഇന്നൊരു യാത്രയ്ക്ക് പോകുകയാണ്. ഹാപ്പി ആൻഡ് ചീർഫുൾ ഓൾ ദ വേ. എല്ലാ വഴിയും സന്തോഷത്തോടെയും ഉല്ലാസത്തോടെയും. വിത്ത് മൈ ബാഗ് ആൻഡ് ഫ്രണ്ട്സ് സോ ഡിയർ, അഡ്വഞ്ചർ ആൻഡ് ഫൺ ആർ വെയിറ്റിംഗ് നിയർ. എൻ്റെ ബാഗും എൻ്റെ കൂട്ടുകാരുമൊത്ത്, അഡ്വഞ്ചർ അതായത് സാഹസികതയും, ആൻഡ് ഫൺ വിനോദവും, ആർ വെയിറ്റിംഗ് നിയർ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. മൗണ്ടെയിൻസ്, റിവേഴ്സ്, സൈറ്റ്സ് ടു സീ, ലേണിംഗ് ന്യൂ തിങ്സ് ഹാപ്പിലി. കുന്നുകളും നദികളും മനോഹരമായ കാഴ്ചകളും കാണാം. പുതിയ കാര്യങ്ങൾ സന്തോഷത്തോടെ പഠിക്കാം. സേഫ് ആൻഡ് ജോയ്ഫുൾ ലെറ്റ് ഇറ്റ് ബി. അത്ര സുരക്ഷിതവും സന്തോഷകരവുമാകട്ടെ. എ വണ്ടർഫുൾ ജേർണി ഫോർ യു ആൻഡ് മീ. എനിക്കും നിങ്ങൾക്കും സന്തോഷകരമായിട്ടുള്ള ഒരു യാത്രയാവട്ടെ. ലാ 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 ലെറ്റ്സ് ഗോ ആൻഡ് സീ. നമുക്ക് പോകാം, കാണാം. ദ വേൾഡ് അറൗണ്ട് സോ ഹാപ്പിലി. നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു ലോകം സന്തോഷത്തോടെ. നിങ്ങൾക്ക് ഈ ഒരു സോങ് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അത് പീലീസ് വില്ലേജ്. അങ്ങനെ അവർ പീലിയുടെ ഗ്രാമത്തിൽ എത്തുകയാണ് അല്ലേ. ചിത്രം നോക്കിക്കേ, ഇവിടെ പീലിയുടെ ഗ്രാമമാണ് കാണുന്നത്. ദാറ്റ് ഈസ് പീലീസ് വില്ലേജ്. അതാണ് പീലിയുടെ ഗ്രാമം. അപ്പു ആണല്ലേ പറയുന്നത്. പീലി. അങ്ങനെ അവർ പീലിയെ കണ്ടു. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം. ഞാനിവിടെ കുറേ സമയമായിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വൈ ആർ യു സോ ലേറ്റ്? നിങ്ങൾ എന്താണ് ലേറ്റ് ആയത്, വൈകിയത് എന്ന് ആര് ചോദിക്കുകയാണ്? പീലി ചോദിക്കുകയാണ്. റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. ഇതിനുള്ള മറുപടി നിങ്ങളോട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പീലിക്ക് എന്ത് മറുപടിയാണ് കൊടുക്കുക? പീലി ചോദിച്ചത് എന്താണ് നിങ്ങൾ ലേറ്റ് ആയത് എന്നാണ്. നമുക്ക് നല്ല ട്രാഫിക് കാരണമാണ് നമ്മൾ ലേറ്റ് ആയത് എന്ന് എഴുതാം. സോറി പീലി, ക്ഷമിക്കണം പീലി. വി വർ ലേറ്റ് ബിക്കോസ് ഓഫ് ഹെവി ട്രാഫിക് ഓൺ ദ വേ. വഴിയിലുണ്ടായ ട്രാഫിക്, നല്ല ട്രാഫിക് കാരണമാണ് ഞങ്ങൾ ലേറ്റ് ആയത്. ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. പീലി എന്താണ് കൂട്ടുകാരോട് പറയുന്നത്? കം ലെറ്റ്സ് ഗോ ഹോം. വരൂ നമുക്ക് വീട്ടിൽ പോകാം. ഇവിടെ സൈഡിൽ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ കാണാം. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ്? പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. പീലിയുടെ ഗ്രാമം മനസ്സിൽ ഇമേജിൻ ചെയ്തിട്ട് നോട്ട്ബുക്കിൽ വരയ്ക്കുക. യു ക്യാൻ ആൾസോ റീച്ച് ഔട്ട് ടു യുവർ ടീച്ചർ ഫോർ ഹെൽപ്പ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടീച്ചറുടെ സഹായം തേടാവുന്നതാണ്. സോ ഇവിടെ ഒരു ചിത്രം വരയ്ക്കാനുമുണ്ട്. പീലിയുടെ വില്ലേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ, എക്സ്പെക്റ്റേഷൻസ് എന്താണെന്ന് എഴുതാനുമുണ്ട്. സോ നമുക്ക് എഴുതാം. ഐ എക്സ്പെക്റ്റഡ് പീലീസ് വില്ലേജ് ടു ബി ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രീൻ. ഞാൻ പ്രതീക്ഷിക്കുന്നത് പീലിയുടെ ഗ്രാമം നല്ല മനോഹരവും നല്ല പച്ചപ്പും ഉള്ളതാണെന്നാണ്. ആൻഡ് ഐ തോട്ട് ദ പീപ്പിൾ ദർ വുഡ് ബി കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി. പിന്നെയോ ഞാൻ ചിന്തിക്കുന്നത് അവിടെയുള്ള ആൾക്കാർ നല്ല വിശാല മനസ്സുള്ളവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളവരുമാണെന്നാണ്. ഓക്കെ, അടുത്ത പിക്ചറിൽ പീലി അവിടെ അമ്മയെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ആക്കുന്നുണ്ട്. ദിസ് ഈസ് മൈ അമ്മ. ഇതാണ് എൻ്റെ അമ്മ. ഈ അമ്മ പറയുകയാണ്, കമോൺ എവരിബഡി, എല്ലാവരും വരൂ. യു ഓൾ മസ്റ്റ് ബി ടയർഡ് ബൈ വാക്കിംഗ് സോ ലോങ്. നിങ്ങൾ ഒരുപാട് ദൂരം നടന്നത് കൊണ്ട് നിങ്ങൾ വളരെ ക്ഷീണിതരായിരിക്കും. ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. ആദ്യം നമുക്ക് എന്താണ്, ഒരു ഭക്ഷണം കഴിക്കാം. നെക്സ്റ്റ് പേജിൽ വിക്കി പറയുകയാണ്, ഐ ഹാവ് ബ്രോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം. ഐ വിൽ ഈറ്റ് ദാറ്റ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം.
ഇത് കേട്ട് പീലി പറയാണ്, ഓ ഹൗ ഹോട്ടി ഹീ ഈസ്, അതായത് എന്തൊരു ജാടയാണ് ഇവന്. കേട്ട് പീലിയുടെ അമ്മ പറയുകയാണ്, ഡിയർ ഈസ് ഇൻ ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി, ഇതല്ലേ നീ എല്ലാ ദിവസവും കഴിക്കാറുള്ളത്, ട്രൈ ഈറ്റിംഗ് ദിസ്, ഇതൊന്ന് കഴിച്ചു നോക്കൂ. The rice we eat is from paddy grown in our own fields. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തി ഉണ്ടാക്കിയ അരി കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഭക്ഷണം വെക്കുന്നത്. വി മിൽ ഇറ്റ് അവർ സെൽഫ്, ഞങ്ങൾ സ്വന്തമായിട്ടാണ് അത് നെല്ല് കുത്തി അരിയൊക്കെ ആക്കുന്നത്. ആൻഡ് ദർ ഈസ് എ ടാപ്പിയോക്ക, പിന്നെ അവിടെ പൂളയുണ്ട്. ദർ ഈസ് ആൾസോ ഫിഷ് കോട്ട് ബൈ പീലീസ് ഫാദർ ഫ്രം ദി റിവർ, പിന്നെ പീലിയുടെ അച്ഛന് പുഴയിൽ നിന്ന് പിടിച്ചെടുത്ത മീനുണ്ട്. ഫിഷ് കറി ഈസ് മെയ്ഡ് ബൈ ഫാദർ ഹിംസെൽഫ്, അവളുടെ അച്ഛൻ തന്നെയാണ് ഈ ഒരു മീൻ കറി ഉണ്ടാക്കിയത്. അങ്ങനെ അവിടുത്തെ ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് പീലിയുടെ അമ്മ ഈ ഒരു വിക്കിയോട് പറയുന്നത്. വിക്കി ആ ഒരു ഫുഡ് കഴിക്കുന്നത് നമുക്ക് കാണാം അല്ലേ. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്, ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുന്നത്. ഡെലീഷ്യസ് ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡ് എന്നാണ്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം, ഇതേപോലെയുള്ള ഒരു കാര്യവും എൻ്റെ വീട്ടിൽ വാങ്ങാറില്ല. അടുത്തത് അപ്പു പറയാണ്, പീലി ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ്, ഈ ഒരു ഭക്ഷണം എന്താണ്, നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആണ്. ഹൗ ഡെലീഷ്യസ് ഇറ്റ് ഈസ്, എത്ര നല്ല ടേസ്റ്റ് ആണ് ഇതിന്. യു ഷുഡ് ഷെയർ ദി റെസിപ്പി. ഓക്കെ, നീ ഇതിൻ്റെ റെസിപ്പി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന വിധമെന്ന് നീ തീർച്ചയായിട്ടും പറഞ്ഞു തരണം. ചമേലി പറയാണ്, വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ്, നമുക്ക് ഇതിൻ്റെ അച്ഛനോട് തന്നെ ചോദിക്കാം, കാരണം അച്ഛനാണല്ലോ ഈ ഒരു ഫിഷ് കറി തയ്യാറാക്കിയത്. സോ ഇതിൻ്റെ റെസിപ്പി അച്ഛനോട് തന്നെ ചോദിക്കാം. ഫാദർ വിൽ ബി ഇൻ ദ ഫീൽഡ്, അമ്മ പറയാണ് അച്ഛൻ എവിടെയാണ്, പാടത്ത് വയലിലാണ് ഉണ്ടാവുക. ഗോ ദേർ, അവിടെ പോകൂ. യു ഓൾ ക്യാൻ സീ അവർ വില്ലേജ് ടു, നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമം കൂടി കാണാം. ഒരു ക്വസ്റ്റ്യൻ കാണാം, ഷാൽ വി ഇന്റർവ്യൂ പീലീസ് ഫാദർ, നമുക്ക് പീലിയുടെ അച്ഛനെ ഇന്റർവ്യൂ ചെയ്താലോ. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ഫോർ ദാറ്റ്, അതിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുക. ടീച്ചർ വിൽ ആൾസോ ഹെൽപ്പ്, ടീച്ചറും നിങ്ങളെ സഹായിക്കുന്നതാണ്. പീലിയുടെ അച്ഛനോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു 10 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ക്രോപ്സ് ഡു യു ഗ്രോ ഇൻ യുവർ ഫീൽഡ്, നിങ്ങളുടെ വയലിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള വിളകളാണ് വളർത്തുന്നത്. അടുത്തത്, ഹൗ ഡു യു ഗ്രോ റൈസ്, നിങ്ങൾ എങ്ങനെയാണ് നെല്ല് കൃഷി ചെയ്യുന്നത്, നെല്ല് വളർത്തുന്നത്. മൂന്നാമത്തത്, ഹൂ ഹെൽപ്സ് യു ഇൻ ഫാമിംഗ്, ആരാണ് നിങ്ങളെ കൃഷി ചെയ്യാൻ സഹായിക്കുന്നത്. ക്വസ്റ്റ്യൻ 4, ഹൗ ഡു യു ഗെറ്റ് വാട്ടർ ഫോർ ദി ക്രോപ്സ്, വിളകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എങ്ങനെയാണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ 5, വെൻ ഡു യു ഹാർവെസ്റ്റ് ദി ക്രോപ്സ്, വിളവെടുപ്പ് എപ്പോഴാണ് നടത്തുന്നത്. ക്വസ്റ്റ്യൻ 6, വാട്ട് ആർ ദി ഡിഫിക്കൽട്ടീസ് യു ഫേസ് ഇൻ ഫാമിംഗ്, കൃഷിയിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം. ക്വസ്റ്റ്യൻ 7, ഡു യു ഗ്രോ വെജിറ്റബിൾസ് ടു, നിങ്ങൾ പച്ചക്കറികളും കൃഷി ചെയ്യാറുണ്ടോ. ക്വസ്റ്റ്യൻ 8, ഡു യു ലൈക്ക് ഫാമിംഗ്, വൈ, നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടമാണോ, എന്തുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9, വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു ചിൽഡ്രൻ അബൌട്ട് ഫാമിംഗ്, കൃഷിയെക്കുറിച്ച് നിങ്ങൾ കുട്ടികൾക്ക് എന്ത് അഡ്വൈസ് ആണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. ക്വസ്റ്റ്യൻ 10, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ക്രോപ്പ് ടു ഗ്രോ, നിങ്ങൾക്ക് വളർത്താൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിളകൾ ഏതാണ്. നെക്സ്റ്റ് പിക്ചറിൽ പീലിയും നമ്മുടെ ഫ്രണ്ട്സും ആരുടെ അടുത്ത് പോയിട്ടുണ്ട്, പാടത്തുള്ള അച്ഛൻ്റെ പീലിയുടെ ഫാദറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പീലിയുടെ ഫാദർ എന്താണ് പറയുന്നത്, ദാറ്റ്സ് ഹൗ വി മേക്ക് ഫുഡ്, അങ്ങനെയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത്. സോ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, എന്തിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, ഈ ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. മീനു പറയാണ്, നൈസ്, ഐ ടു വാണ്ട് ടു ലേൺ ടു കുക്ക് ഓൾ ദീസ്, എനിക്കും ഇതെല്ലാം പാചകം ചെയ്യാൻ പഠിക്കണം. മേക്ക് എ ഡിഷ് ഫോർ ഫ്രണ്ട്സ്, നമുക്ക് ഈ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഡിഷ് തയ്യാറാക്കിയാലോ. പ്രിപ്പയർ എ ഡിഷ് യൂസിങ് എഡിബിൾ ഐറ്റംസ് കളക്റ്റഡ് ഫ്രം യുവർ ലൊക്കാലിറ്റി, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ഡിഷ് തയ്യാറാക്കുക. വിത്ത് ദി ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ് പ്രിപ്പയർ ആൻഡ് ബ്രിങ് ഇറ്റ് ടു ദി ക്ലാസ് റൂം, മുതിർന്നവരുടെ സഹായത്തോടു കൂടി തയ്യാറാക്കിയിട്ട് അത് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക. ഹോപ്പ് യു വുഡ് ഷെയർ ദി ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ബ്രിങ് വിത്ത് എവറി വൺ ഇൻ ദ ക്ലാസ്, അങ്ങനെ ക്ലാസ്സിൽ എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് വിക്കി പറയുന്നതാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഐ ലൈക്ക് ദിസ് പ്ലേസ് വെരി മച്ച്, എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് അങ്കിൾ, പക്ഷേ അങ്കിൾ, ഐ ഹാവ് എ ഡൗട്ട്, എനിക്കൊരു സംശയമുണ്ട്.
വോണ്ട് യു ഫീൽ ബോർഡ് വിത്തൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി? നമ്മുടെ വിക്കി എന്താണ്, ഒരു സിറ്റിയിൽ വളർന്നു വന്നിട്ട ആളാണല്ലേ. സോ അവനൊരു സംശയമാണ്. എന്താണ് അവൻ്റെ സംശയം? നല്ലൊരു നെറ്റ്വർക്ക് കവറേജും ഒരു വൈഫൈയുടെ കണക്ഷനും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ എന്ന്. വാട്ട് വിൽ യു ഡു ഇഫ് യു വിഷ് ടു പ്ലേ എ ഗെയിം? പീലിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഒരു ഗെയിം കളിക്കണമെന്ന് ആഗ്രഹം വന്നാൽ നീ എന്താണ് ചെയ്യുക? ഹൗ ഡു യു ഫീൽ ഹാപ്പി വിത്തൗട്ട് എനി ഗെയിംസ്? ഒരു ഗെയിമും ഇല്ലാതെ നിനക്ക് എങ്ങനെയാണ് സന്തോഷവതിയായിട്ട് ഇരിക്കാൻ പറ്റുക? ഇഫ് വി വേർ ഇൻ സിറ്റി വി കുഡ് ഡു മെനി തിങ്സ്. നമ്മൾ സിറ്റിയിലാണെങ്കിൽ, നഗരത്തിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇനി അപ്പു പറയാണ്, ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദി സിറ്റി. ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, ഈ ഒരു സ്ഥലമാണ് സിറ്റിയെക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. നിങ്ങൾ ഇതിൽ ആരോടാണ് യോജിക്കുന്നത്? വിക്കിയോടാണോ അപ്പുവിനോടാണോ? നിങ്ങളുടെ ഇഷ്ടം വില്ലേജ് ആണോ സിറ്റി ആണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. Why would have Vicky and Appu said two different opinions about the same city? ഒരേ സിറ്റിയെക്കുറിച്ച്, ഒരേ നഗരത്തെക്കുറിച്ച് വിക്കുവിനും അപ്പുവിനും രണ്ട് കാഴ്ചപ്പാടുകൾ, രണ്ട് അഭിപ്രായങ്ങളാണല്ലേ ഉള്ളത്. അതെന്തുകൊണ്ടായിരിക്കാം? കാരണം വിക്കി ഒരു നഗരത്തിൽ ജീവിച്ച് വളർന്നിട്ടുള്ള ഒരാളാണല്ലേ, ഒരു സിറ്റി ബോയ് ആണ്. അവൻ ഫോണും അതിലുള്ള ഗെയിംസും സിറ്റിയിലുള്ള മറ്റ് ഫെസിലിറ്റീസൊക്കെ യൂസ്ഡ് ആയിട്ട് ഉപയോഗിച്ച് അതിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി വളർന്ന് വന്നിട്ടുള്ള ഒരാളാണ് വിക്കി. പക്ഷേങ്കിൽ അപ്പുവിന് അതായിരിക്കില്ല ഇഷ്ടപ്പെട്ടത്. അപ്പുവിന് ഈ ഒരു വില്ലേജും ഈ ഒരു ഗ്രാമവും അതിൻ്റെ പച്ചപ്പും ആ ഒരു പീസ്, സമാധാനവും അതൊക്കെ ആയിരിക്കാം അപ്പുവിൻ്റെ ടേസ്റ്റ് വരുന്നത്. നമുക്ക് എഴുതാം, വിക്കി ആൻഡ് അപ്പു ഹാഡ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ബിക്കോസ് ദേ ലൈക്ക്ഡ് ഡിഫറെൻറ്റ് തിങ്സ്. വിക്കിക്കും അപ്പുവിനും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്, കാരണം അവർക്ക് വ്യത്യസ്ത കാര്യങ്ങളാണ് ഇഷ്ടമുള്ളത്. വിക്കി വാസ് എ സിറ്റി ബോയ് ഹൂ ഗ്രൂ അപ്പ് വിത്ത് മൊബൈൽ ഫോൺസ്, ഗെയിംസ് ആൻഡ് സിറ്റി ഫെസിലിറ്റീസ്. വിക്കി എന്ന് പറയുന്നത് ഒരു നഗരത്തിലുള്ള ഒരു കുട്ടിയാണ്, അതിലുള്ള മൊബൈൽ ഫോൺസും ഗെയിംസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളർന്നു വന്ന ഒരാളാണ്. ബട്ട് അപ്പു ലൈക്ക്ഡ് ദി ബ്യൂട്ടി, ഗ്രീനറി ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഓഫ് ദി വില്ലേജ്. പക്ഷേ അപ്പുവിന് ഇഷ്ടമായത് ഈ ഒരു വില്ലേജിലെ ഈ ഒരു ഭംഗി, ഈ ഒരു പച്ചപ്പ്, ഈ ഒരു ശാന്തത ആയിട്ടുള്ളൊരു അന്തരീക്ഷം, അതൊക്കെയാണ് അപ്പുവിന് ഇഷ്ടമായത്. അടുത്തത് താഴെ പീലിയുടെ അച്ഛൻ എന്താണെന്ന് പറയുന്നത്, ദർ ആർ വേരിയസ് ഗെയിംസ് ഹിയർ ടു. ഇവിടെയും പലതരം ഗെയിംസുമുണ്ട്. കം ഓൺ, വരൂ, ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ ദി ചിൽഡ്രൻ ആർ പ്ലേയിങ് ആൻഡ് ഹാവിങ് ഫൺ ഹിയർ. എങ്ങനെയാണ് ഇവിടുത്തെ കുട്ടികൾ കളിക്കുന്നതെന്നും ആസ്വദിക്കുന്നതെന്നും നമുക്ക് പോയി കാണാം എന്നാണ് പറയുന്നത്. കം ഓൺ, വരൂ, വി ക്യാൻ ആൾസോ ഗോ വിത്ത് പീലീസ് ഫാദർ. നമുക്കും പീലിയുടെ അച്ഛൻ്റെ കൂടെ പോകാം. ആൻഡ് സീ ദ ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് ദി ഫൺ ഇൻ ദി വില്ലേജ്. എന്നിട്ട് അവിടെയുള്ള വ്യത്യസ്ത ഉല്ലാസങ്ങൾ, ഗ്രാമത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫണ്ണുകൾ നമുക്ക് കാണാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. യു ടു ഹാവ് എക്സ്പീരിയൻസ്ഡ് മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്, ഹാവിൻ യു? നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ നല്ല രസകരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ്, നിമിഷങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ഹാവിൻ യു? വാട്ട് തിങ്സ് മേക്ക് യു ഹാപ്പി? നിങ്ങളെ എന്താണ് സന്തോഷമാക്കിയത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിജിറ്റൽ ഡിവൈസസ് ഇൻ ദി സ്കൂൾ, മേക്ക് എ സെൽഫി വീഡിയോ ടൈറ്റിൽഡ് മൈ ഹാപ്പിനെസ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറുടെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്കൂളിലെ ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ, ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കാനാണ് നിങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച്. സോ ഇത് നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് പേജ്, വില്ലേജേഴ്സ് കം ടു ദി വീക്ക്ലി മാർക്കറ്റ്സ് ടു ബൈ ആൻഡ് സെൽ ദി ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. ആഴ്ച ചന്തയിൽ വന്നാണ് അവിടെ ഗ്രാമത്തിലുള്ള ആൾക്കാർ അവൾ ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും. നിങ്ങൾക്ക് പിക്ചറിൽ കുറച്ച് കച്ചവടക്കാരെയും പീലിയുടെ ഫ്രണ്ട്സും കുറച്ച് കാര്യങ്ങൾ വാങ്ങുന്നതും കാണാം. There are weekly, regular and evening markets in your locality, right? നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് ആഴ്ചയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ദിവസം ഉണ്ടാകുന്ന, വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ചന്തകൾ, മാർക്കറ്റ്സ് ഉണ്ടാവാറുണ്ടല്ലോ. വിസിറ്റ് എ മാർക്കറ്റ് വിത്ത് യുവർ എൽഡേഴ്സ്. നിങ്ങൾ മുതിർന്നവരോടൊപ്പം ഒരു മാർക്കറ്റ് സന്ദർശിക്കുക. ഒബ്സർവ് ദി ആക്ടിവിറ്റീസ് ദർ ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. അവിടെയുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് നോട്ട്സ് തയ്യാറാക്കുക. സോ നമുക്ക് എഴുതാം, ഐ വിസിറ്റഡ് എ മാർക്കറ്റ് ഇൻ മൈ ലൊക്കാലിറ്റി വിത്ത് മൈ എൽഡേഴ്സ്
ഞാൻ എൽഡേഴ്സ് മുതിർന്നവരുടെ കൂടെ എൻ്റെ നാട്ടിലുള്ള മാർക്കറ്റ് സന്ദർശിച്ചു. ഐ സോ ഗുഡ്സ് ബീങ് ബ്രോഡ് ടു ദി മാർക്കറ്റ് ഇൻ ലോറീസ് ആൻഡ് അതർ വെഹിക്കിൾസ്. ഞാൻ കണ്ടത് ഈ സാധനങ്ങളൊക്കെ ലോറികളിലും മറ്റു വാഹനങ്ങളുമായിട്ടാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ദ ഷോപ്പ് കീപ്പേഴ്സ് അൺലോഡഡ് ദി ഗുഡ്സ് ആൻഡ് അറേഞ്ച്ഡ് ദം ഫോർ സെയിൽ. എന്നിട്ട് ആ ഷോപ്പിലുള്ള ആ ഒരു മാർക്കറ്റിലുള്ള കടക്കാരൻ എന്താണ് ഈ സാധനങ്ങളൊക്കെ ഇറക്കി വിൽക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ്, ഗ്രോസറീസ് ആൻഡ് അതർ ഐറ്റംസ് വർ സോൾഡ് ദെയർ. അവിടെ പച്ചക്കറികളും ഫ്രൂട്ട്സും പഴങ്ങളും ഫിഷും മറ്റെല്ലാ സാധനങ്ങളുമാണ് അവിടെ വിൽക്കുന്നത്. പീപ്പിൾ കെയിം ടു ബൈ ദ തിങ്സ് ദേ നീഡഡ്. ആൾക്കാർ അവൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വരും. ദ സെല്ലേഴ്സ് വെയ്ഡ് ആൻഡ് പാക്ക്ഡ് ദി ഗുഡ്സ് ബിഫോർ ഗിവിംഗ് ദം ടു ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് അത് നൽകുന്നതിന് മുൻപേ ആയിട്ട് വിൽക്കുന്ന ആൾ അത് തൂക്കിയിട്ട് പാക്ക് ചെയ്ത് പൈസ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ദ മാർക്കറ്റ് വാസ് ബിസി ആൻഡ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മീറ്റിംഗ് ദി നീഡ്സ് ഓഫ് ദി ലോക്കൽ പീപ്പിൾസ്. എന്താണ് ഈ ഒരു മാർക്കറ്റ്, ഈ ഒരു ചന്ത എന്താണ് സാധാരണ ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പങ്ക് തന്നെ ഇത്തരത്തിലുള്ള മാർക്കറ്റുകൾ വഹിക്കുന്നുണ്ട്. പീലീസ് ഫാദർ ഗിഫ്റ്റഡ് ഹെർ ഫ്രണ്ട്സ് ഹാറ്റ് മെയ്ഡ് ഓഫ് കോക്കനട്ട് ഫ്രോൺസ്, ബാസ്ക്കറ്റ്സ് ആൻഡ് ക്ലോത്ത്സ്. പീലിയുടെ അച്ഛന് അവർക്ക് കൂട്ടുകാർക്ക് സമ്മാനമായിട്ട് എന്തെല്ലാം നൽകി? ഇവിടെ ചിത്രത്തിൽ കാണാമല്ലേ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എന്തുണ്ട്? തൊപ്പിയുണ്ട്, ബാസ്ക്കറ്റ്സ് ഉണ്ട്, ക്ലോത്ത്സ് വസ്ത്രങ്ങളുണ്ട്. വാട്ട് തിങ്സ് ക്യാൻ യു മേക്ക് ഔട്ട് ഓഫ് കോക്കനട്ട് ഫ്രോൺസ്, പേപ്പർ എക്സെട്ര? എക്സിബിറ്റ് യുവർ പ്രൊഡക്ട്സ് ഇൻ ദി ക്ലാസ്. നിങ്ങൾക്ക് ഈ ഒരു ഓല കൊണ്ടും പേപ്പർ കൊണ്ടും എന്തെല്ലാം തയ്യാറാക്കാൻ അറിയാം? ഇത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. ഓക്കെ, ഇത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ്, പീലിയും കൂട്ടുകാരും എവിടെയാണുള്ളത്? കുളത്തിൻ്റെ അരികിലാണല്ലേ. പീലി എന്താണ് പറയുന്നത്? ദർ ആർ മെനി സച്ച് പോൺസ് ഇൻ ദി വില്ലേജ്. ഇതേപോലെയുള്ള കുളങ്ങൾ ഞങ്ങളുടെ വില്ലേജിൽ കുറേയുണ്ട്, ധാരാളമുണ്ട്. മൈ ഫ്രണ്ട്സ് ആൻഡ് മൈസെൽഫ് ലേൺ ടു സ്വിം ഇൻ ദീസ് പോൺസ്. ഈ പോണ്ടുകളിലാണ്, ഈ കുളങ്ങളിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരും നീന്താൻ പഠിച്ചത്. നീരു പറയാണ്, ഓ ഹൗ ഹാപ്പി ഐ ആം വെൻ ഐ സീ ദം ഓൾ എൻജോയിങ്. അവരിങ്ങനെ കളിച്ച് ഉല്ലസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നീനു എന്താണ് വളരെയധികം സന്തോഷവതിയാവാണ്. ബൾ സർഫിംഗ് കോമ്പറ്റീഷൻസ്, അതായത് കാളപ്പൂട്ട് മത്സരം, ആർ ഹെൽഡ് ഇൻ ഫീൽഡ്സ് ദാറ്റ് ഹാവ് ബീൻ പ്ലങ്ഡ് ഫോർ ദി സെക്കൻഡ് ക്രോപ്പ് ആഫ്റ്റർ ഹാർവസ്റ്റ്. കൊയ്ത്തിന് ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ചിട്ടുള്ള ഈ ഒരു പാടങ്ങളിലാണ് ഈ ഒരു കാളപ്പൂട്ട് നടക്കുന്നത്. നെക്സ്റ്റ് പേജിൽ നോക്കിക്കേ, ദിസ് ഈസ് ദ ഫെസ്റ്റിവൽ ഇൻ അവർ വില്ലേജ്. ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ഉത്സവമാണ്. ആർ ഇൻ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ ലൊക്കാലിറ്റി ടു? നിങ്ങളുടെ നാടുകളിലും ഇതുപോലെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഉത്സവങ്ങളില്ലേ? ആസ്ക് ദി എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി അബൌട്ട് ദി സെലിബ്രേഷൻസ് സച്ച് ആസ് ഫെസ്റ്റിവൽസ്, ഫീസ്റ്റ്, ഉറൂസ്, ഫെയർസ്, സ്പോർട്സ്, കോമ്പറ്റീഷൻ എക്സെട്ര ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ. നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരോട് ഇതുപോലെയുള്ള ഉത്സവങ്ങളെക്കുറിച്ചും പെരുന്നാൾ, ഉറൂസ്, കായികമേളങ്ങൾ ഒക്കെ ഇതുപോലെയുള്ളതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഒരു വിവരണം തയ്യാറാക്കുക. ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ദി ക്ലാസ് ഓഫ് വാച്ചിങ് ആൻഡ് എൻജോയിങ് ദീസ് ഫെസ്റ്റ് വിത്ത് ദി എൽഡേഴ്സ് ഇൻ ദി ഫാമിലി. വീട്ടിലെ മുതിർന്ന ആൾക്കാരുടെയൊക്കെ കൂടെ പോയിട്ട്, കസിൻസിൻ്റെ കൂടെ, ഫാദറിൻ്റെ കൂടെയൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള ഫെസ്റ്റിവൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ ഇത് നേരിട്ട് കണ്ട് ആസ്വദിച്ചതിൻ്റെ നിങ്ങളുടെ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ കൂടി പറയുന്നുണ്ട്. ഇവിടെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. ആദ്യം ചോദിച്ചത്, ആർ ദർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ നാടുകളിൽ ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ ഉണ്ടോ എന്നാണ്. യെസ്, അതേ ഉണ്ട് അല്ലേ. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ഇൻ മൈ ലൊക്കാലിറ്റി. എൻ്റെ ലൊക്കാലിറ്റിയിൽ ഇതുപോലെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഉത്സവങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സച്ച് ആസ് ടെമ്പിൾ ഫെസ്റ്റിവൽസ്, അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. പിന്നെയോ ചർച്ച് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പിന്നെ മോസ്ക് ഫെസ്റ്റിവൽസ്, പള്ളികളിലുള്ള ഉത്സവങ്ങൾ, ഫെയേഴ്സ്, ചന്ത, മേളകൾ, സ്പോർട്സ് കോമ്പറ്റീഷൻസ്, കായിക മത്സരങ്ങൾ ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ്, കലാപരിപാടികൾ, ഇതൊക്കെയാണ് നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഉണ്ടാവാറുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ടെമ്പിൾ ഫെസ്റ്റിവൽ, അമ്പലത്തിലെ ഉത്സവത്തെ കുറിച്ചിട്ടാണ്. ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ടെമ്പിൾ ഫെസ്റ്റിവൽ ഇൻ മൈ ലൊക്കാലിറ്റി ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ.
അമ്പലത്തിലെ ഉത്സവങ്ങൾ എൻ്റെ ലൊക്കാലിറ്റിയിൽ, എൻ്റെ നാട്ടിൽ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. ദ ടെമ്പിൾ ഈസ് ഡെക്കറേറ്റഡ് വിത്ത് ലൈറ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അമ്പലം എന്താണ്? ലൈറ്റുകൾ കൊണ്ടും ഫ്ലവേഴ്സ്, പൂക്കൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ടാവും. ഡെക്കറേറ്റഡ് എന്ന് പറഞ്ഞാൽ അലങ്കരിച്ചു. മെനി പീപ്പിൾ കം ടു ടേക്ക് പാർട്ട് ഇൻ ദിസ് സെലിബ്രേഷൻ. ഒരുപാട് ആൾക്കാർ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് വരും. There are cultural programs, traditional music and dance performances. ഇതൊക്കെയാണ് അവിടെ നടക്കാറുള്ളത്, ഈ കലാപരിപാടികളൊക്കെയാണ്. ഷോപ്സ് ആൻഡ് ഫുഡ് സ്റ്റോൾസ് ആർ സെറ്റ് അപ്പ് അറൗണ്ട് ദി ടെമ്പിൾ. ടെമ്പിളിൻ്റെ അരികിലായിട്ട് ചെറിയ ചെറിയ ഷോപ്സും ഓരോ ഫുഡ് സ്റ്റോൾസൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. എവരി വൺ എൻജോയ്സ് ദി ഫെസ്റ്റിവൽ വിത്ത് ഗ്രേറ്റ് ഹാപ്പിനെസ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നു. നെക്സ്റ്റ്, you are returning with your friends and Peeli at night after watching the sights in the village. വില്ലേജിലെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കൂട്ടുകാരോടൊപ്പം പീലിയോടൊപ്പം നിങ്ങളും തിരിച്ചു വരികയാണ്. രാത്രിയാണ് തിരിച്ചു വരുന്നത്. ഹൗ അബൌട്ട് കമ്പോസിങ് ആൻഡ് സിംഗിങ് എ സോങ് അറ്റ് ദിസ് ടൈം. ഈ ഒരു സമയത്ത് നമുക്കൊരു പാട്ട് പാടുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഷാൽ വി കമ്പോസ് എ സോങ് ടൈറ്റിൽഡ് മൈ വില്ലേജ്? മൈ വില്ലേജ്, എൻ്റെ ഗ്രാമം എന്ന ടൈറ്റിൽ വരുന്ന, തലക്കെട്ട് വരുന്ന ഒരു പാട്ട് പാടിയാലോ? റൈറ്റ് എ സോങ് കവറിങ് ദി വില്ലേജസ് you have seen and Peeli's village and sing it to the class in your own rhythm. നിങ്ങൾ കണ്ടിട്ടുള്ള വില്ലേജസ്, ഗ്രാമത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു പാട്ട് എഴുതിയിട്ട് നിങ്ങളുടേതായ താളത്തിൽ അത് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാനിവിടെ ഒരു സോങ് കൊടുത്തിട്ടുണ്ട്. മൈ വില്ലേജ് എന്നാണ് നമ്മുടെ സോങ്ങിൻ്റെ ടൈറ്റിൽ വരുന്നത്. അത് ക്വസ്റ്റ്യനിൽ തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് എഴുതാം, മൈ വില്ലേജ് ഈസ് ഗ്രീൻ ആൻഡ് ബ്രൈറ്റ്. എൻ്റെ വില്ലേജ് നല്ല ഗ്രീനും നല്ല ബ്രൈറ്റ്, നല്ല പ്രകാശമുള്ളതുമാണ്. ഫിൽഡ് വിത്ത് ജോയ് ഫ്രം മോർണിംഗ് ലൈറ്റ്. പ്രഭാതത്തിൻ്റെ വെളിച്ചത്തിൽ സന്തോഷം നിറയുന്നു. ഫീൽഡ്സ് ആൻഡ് ട്രീസ് ആർ ഓൾ അറൗണ്ട്. ചുറ്റും പാടങ്ങളും മരങ്ങളുമുണ്ട്. ഹാപ്പി പീപ്പിൾ ക്യാൻ ബി ഫൗണ്ട്. അവിടെ ആരെ കാണാം? സന്തോഷമായിട്ടുള്ള ആൾക്കാരെ കാണാം. ഫെസ്റ്റിവൽസ് ബ്രിങ് സോങ്സ് ആൻഡ് ചീർ. ഉത്സവങ്ങൾ പാട്ടുകളും ആഘോഷങ്ങളും കൊണ്ടുവരുന്നു. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഗ്യാദർ നിയർ. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് കൂടുന്നു. ഐ ലവ് മൈ വില്ലേജ് എവറി ഡേ. എല്ലാ ദിവസവും എനിക്ക് എൻ്റെ ഗ്രാമം പ്രിയപ്പെട്ടതാണ്. എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലിവ് ആൻഡ് പ്ലേ. ഒരു മനോഹരമായിട്ടുള്ള, ജീവിക്കാനും കളിക്കാനും പറ്റിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. സോ ഇത്രയുമാണ് നമ്മൾ എഴുതിയിട്ടുള്ള ഈ സോങ് വരുന്നത്. നിങ്ങൾ മൈ വില്ലേജ് എന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണേ. Find a spot in your place where you can see a night view. സ്ഥലത്ത് നല്ലൊരു നൈറ്റ് വ്യൂ ഉള്ള ഒരു സ്ഥലം നോക്കുക. What are the sights do you see? നിങ്ങൾ അവിടെ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? Let's draw them. എന്നിട്ട് അത് വരയ്ക്കുക. Organize a picture exhibition in the class with all the pictures drawn by all of you under the title My Night and Sky. മൈ നൈറ്റ് ആൻഡ് സ്കൈ എന്ന തലക്കെട്ട് കൊടുത്തിട്ട് നിങ്ങളൊരു പിക്ചർ എക്സിബിഷൻ കൊടുക്കാമെന്നാണ്. എല്ലാ കുട്ടികളും എന്തിനെ കുറിച്ചിട്ടാണ് വരയ്ക്കുന്നത്? രാത്രിയിൽ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ചയാണ് വരയ്ക്കേണ്ടത്. സോ എന്നിട്ട് ഒരു പിക്ചർ എക്സിബിഷൻ ക്ലാസ് റൂമിൽ കണ്ടക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇത് ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അടുത്ത താഴെ നോക്കുക. പീലി, ഹൗ ഹാപ്പി ഈസ് യുവർ വില്ലേജ് ആൻഡ് ദി വില്ലേജസ്? പീലി, നിന്റെ ഗ്രാമവും ഗ്രാമത്തിലുള്ള ആൾക്കാരും എത്ര ഹാപ്പിയാണ്, എത്ര സന്തോഷത്തിലാണ്. ഐ ജസ്റ്റ് കാൺ വെയിറ്റ് ടു ടെൽ അമ്മ അബൌട്ട് ദി സൈറ്റ്സ്. അപ്പു പറയണേ, ഈ കാഴ്ചകളെ കുറിച്ചൊക്കെ എനിക്ക് അമ്മയോട് പറയാൻ ധൃതിയായി. അടുത്തത് വിക്കി പറയാണ്, ഐ തോട്ട് സിറ്റി ലൈഫ് എലോൺ ഹാസ് ഫൺ. ഞാൻ വിചാരിച്ചത് നഗരങ്ങൾക്ക് മാത്രമാണ് ഒരു രസമുള്ളത് എന്നാണ്. ദാറ്റ് തോട്ട് ചേഞ്ച്ഡ് ആഫ്റ്റർ ദിസ് ട്രിപ്പ്. ആ ഒരു ചിന്ത മാറ്റിയത് ഈ ഒരു ട്രിപ്പിന് ശേഷമാണ്. അടുത്തത്, മൈ മ ഹാസ് ടോൾഡ് മീ ദാറ്റ് മൈ നേറ്റീവ് വില്ലേജ് ഈസ് ആൾസോ ലൈക്ക് ദിസ്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാടും എന്താണ്, ഇതുപോലെയൊക്കെ ആണെന്ന്. ചമേലി പറയാണ്. ഫ്രണ്ട്സ് ഹൂ വിസിറ്റഡ് പീലീസ് വില്ലേജ് വിത്ത് യു ഹാവ് ഷെയർഡ് ദെയർ ഒപ്പീനിയൻസ്. നിങ്ങളുടെ കൂടെ പീലിയുടെ ഗ്രാമം സന്ദർശിച്ച ഫ്രണ്ട്സ്, കൂട്ടുകാർ അവരുടെ അഭിപ്രായം പറഞ്ഞു. ഡോണ്ട് യു ആൾസോ ഹാവ് സംതിങ് ടു സേ അബൌട്ട് പീലീസ് വില്ലേജ്? നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനില്ലേ? റൈറ്റ് ഹൗ ദി സൈറ്റ് ഓഫ് ദി വില്ലേജ് ഇൻഫ്ലുവൻസ്ഡ് യു. പീലിയുടെ ഗ്രാമത്തിലുള്ള കാഴ്ചകൾ എങ്ങനെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തത്, എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ എഴുതാം. ദ വിസിറ്റ് ടു പീലീസ് വില്ലേജ് ചേഞ്ച്ഡ് മൈ തോട്ട്സ് അബൌട്ട് വില്ലേജ് ലൈഫ്.
പീലിയുടെ ഗ്രാമത്തിലേക്കുള്ള സന്ദർശനം എന്നെ എൻ്റെ ഗ്രാമത്തിലുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റി. I understood that villages are beautiful and people there live happily with nature. ഗ്രാമങ്ങൾ മനോഹരമാണെന്നും അവിടെയുള്ള ആളുകൾ പ്രകൃതിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കി. The festivals, natural beauty and friendly people impressed me. അവിടുത്തെ ഉത്സവങ്ങളും പ്രകൃതി ഭംഗിയും സൗഹൃദപരമായ ആളുകളും എന്നെ ആകർഷിച്ചു. I would like to visit such villages again. ഞാൻ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങൾ വീണ്ടും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. സിമ്പിളായിട്ടാണ് ഇവിടെ ആൻസർ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ്, ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രിപ്പ്, ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് മുൻപേ ആയിട്ട് യു മൈറ്റ് ഹാവ് ഹാഡ് ഡിഫറെൻറ്റ് പ്രീ കൺസീവ്ഡ് നോഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ്, ദ വേ ഓഫ് ഹാപ്പിനെസ് ആൻഡ് ദ വേ ലൈഫ് ഓഫ് അതർ പീപ്പിൾ. പ്രീ കൺസീവ്ഡ് നോഷൻസ് എന്ന് പറഞ്ഞാൽ മുൻധാരണകളാണ്. അതായത് നമ്മൾ ഈ ഒരു ട്രിപ്പ് പുറപ്പെടുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? യു ഹാഡ് ഓൾവേസ് വ്യൂഡ് ദ വേൾഡ് ത്രൂ സച്ച് തോട്ട്സ് ടിൽ ദെൻ ഹാഡിൻറ്റ് യു? ഇത്തരം ചിന്തകളിലൂടെയല്ലേ നിങ്ങൾ ഇതുവരെ ഈ ഒരു ലോകത്തെ നോക്കിക്കണ്ടത്? Didn't you give up many such preconceived notions during this journey? ഈ ഒരു യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, ജേണി എന്ന് പറഞ്ഞാൽ യാത്രയാണ്. Didn't you gain some new experiences and knowledge? നിങ്ങൾ പുതിയ അറിവുകളും പുതിയ എക്സ്പീരിയൻസസും അനുഭവങ്ങളും നേടിയില്ലേ? ലിസൺ ടു പീലീസ് ഫ്രണ്ട്സ്. പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. വിക്കി പറയാണ്, ഐ തോട്ട് ഐ വുഡ് ബി ഹാപ്പി ഓൺലി വിത്ത് ദി അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഇൻ ദി സിറ്റി. ഞാൻ ചിന്തിച്ചത് എന്താണ്? എനിക്ക് സന്തോഷം നൽകുന്നത് നഗരങ്ങളിലുള്ള ഈ കൂടുതൽ സൗകര്യങ്ങൾ മാത്രമാണെന്നാണ്. സച്ച് എ തോട്ട് ഹാസ് ചേഞ്ച്ഡ്. ആ ഒരു ചിന്ത എനിക്ക് മാറി. അടുത്തത് അപ്പു പറയാണ്, ഐ വാസ് തിങ്കിങ് ദി സെയിം ആസ് വിക്കി സെഡ്. ഞാനും വിക്കി പറഞ്ഞത് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. വി ഹാഡ് അവർ ഓൺ ഹാപ്പിനെസ് ദർ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് ഹാപ്പിനെസ് എവരിവെയർ. എനിക്ക് മനസ്സിലായത് സന്തോഷം എല്ലായിടത്തും ഉണ്ടെന്നാണ്. നെക്സ്റ്റ് ചെമേലി പറയാണ്, ഐ വാസ് അഫ്രൈഡ് ദാറ്റ് എവരി വൺ വുഡ് സീ മീ ആസ് എ കിഡ് ഫ്രം അനദർ സ്റ്റേറ്റ് ആൻഡ് മൈറ്റ് സെറ്റ് മീ അസൈഡ്. ഞാൻ പേടിച്ചിരുന്നത് എല്ലാവരും എന്നെ മറ്റൊരു സംസ്ഥാനത്തിലുള്ളൊരു കുട്ടി ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്തപ്പെടും എന്നായിരുന്നു. ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. പക്ഷേ ആ ഒരു പേടി, ആ ഒരു ചിന്ത മാറി. അടുത്തത് നീനു, ഐ നെവർ തോട്ട് ഐ കുഡ് എക്സ്പീരിയൻസ് ദിസ് സൈറ്റ്സ് ആൻഡ് എൻജോയ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള കാഴ്ചകളും അനുഭവങ്ങളും എനിക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ദീസ് ചിൽഡ്രൻ ഹാവ് കറക്റ്റഡ് ദെയർ പ്രീ കൺസീവ്ഡ് നോഷൻസ് ഹാവിൻ്റെ. ഈ കൂട്ടുകാരൊക്കെ അവരുടെ മുൻധാരണകളാണ് ഇവിടെ തിരുത്തിയിട്ടുള്ളത്. യു ടു ഹാവ് ട്രാവൽഡ് ത്രൂ പീലീസ് വില്ലേജ്. നിങ്ങളും പീലിയുടെ വില്ലേജ് സന്ദർശിച്ചല്ലോ. വാട്ട് ആർ ദി ന്യൂ പീസസ് ഓഫ് ഇൻഫോർമേഷൻ യു ഗെയിൻഡ് ഡ്യൂറിങ് ദിസ് ജേണി? നിങ്ങൾ എന്ത് പുതിയ ഒരു അറിവാണ് ഈ ഒരു യാത്രയിലൂടെ നിങ്ങൾ നേടിയത്? ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ അനുഭവം കൂട്ടുകാരുമായിട്ട് പങ്കിടുക. ആൻസർ ചെയ്യാം. ദ ജേർണി ത്രൂ പീലീസ് വില്ലേജ് ഗേവ് മീ മെനി ന്യൂ എക്സ്പീരിയൻസസ്. പീലിയുടെ ഗ്രാമത്തിലൂടെയുള്ള യാത്ര എനിക്ക് നിരവധി പുതിയ അനുഭവങ്ങൾ നൽകി. ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹാപ്പിനെസ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു സിറ്റീസ്. സന്തോഷം നഗരങ്ങളിൽ മാത്രമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. വില്ലേജസ് ആർ ബ്യൂട്ടിഫുൾ ആൻഡ് പീപ്പിൾ ലിവ് ഹാപ്പിലി വിത്ത് നേച്ചർ. ഗ്രാമങ്ങൾ മനോഹരമാണെന്നും ആളുകൾ പ്രകൃതിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കി. ഐ എൻജോയ്ഡ് ദി ഫെസ്റ്റിവൽസ്, നൈറ്റ് വ്യൂസ് ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. അവിടുത്തെ ഉത്സവങ്ങളും രാത്രി കാഴ്ചകളും സൗഹൃദപരമായ അന്തരീക്ഷവും ഞാൻ ആസ്വദിച്ചു. ദിസ് ജേർണി ചേഞ്ച്ഡ് മെനി ഓഫ് മൈ റോങ് ഐഡിയാസ് എബൌട്ട് ദി വില്ലേജ് ലൈഫ്. ഈ യാത്ര ഗ്രാമജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ പല തെറ്റായ ധാരണകളും മാറ്റി. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയാണ്.
നമുക്ക് ഇത് ജസ്റ്റ് ഒരു ചാപ്റ്റർ ആയിട്ടല്ല തോന്നിയിട്ടുള്ളത്, ഇത് പകരം ഒരു യാത്രയായിട്ടാണല്ലേ, പീലിയുടെ വില്ലേജിലേക്കുള്ളൊരു യാത്രയായിട്ടാണല്ലേ തോന്നിയത്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമേ. സോ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ നമ്മൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.